ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ. നമ്മൾ ഓൾറെഡി ചെറിയ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരായിരുന്നു ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റിൽ എന്താണ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എന്താണ് തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്, ലബോറട്ടറി തെർമോമീറ്റർ എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ജസ്റ്റ് ഹോം പേജ് ഒക്കെ ഒന്ന് നോക്കുക. അതിനകത്ത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ ബാക്കി റിമൈനിങ് പോർഷനാണ്. അതായത് മക്കളെ, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. എന്താണ് ശരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും എല്ലായിടത്തും ഇതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരുപോലെയാണോ, അങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ വേണ്ടിയൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ മക്കൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഇതാണ്ട് ഒരു ഫ്രൈങ് പാൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിലൊക്കെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണല്ലേ ഇത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പാത്രം നമ്മൾ ചൂടാക്കുന്നു, ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ പാത്രം ചൂടാകുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലെയിമിൻ്റെ പ്രസൻസ് മൂലം, അതായത് അവിടെ ഉണ്ടാവുന്ന ഫ്ലെയിമിൻ്റെ പ്രസൻസ് മൂലം ഈ പാത്രത്തിന് എന്ത് കിട്ടുന്നുണ്ട്, ചൂട് കിട്ടുന്നുണ്ട്. ആ പാത്രം ബിക്കം ഹോട്ട് ആവുന്നുണ്ട്. ആ പാത്രം എന്താവുന്നുണ്ട്, അത് കുറച്ചും കൂടി വാം ആവുന്നുണ്ട്, ചൂടാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായ കാര്യം എന്താണ്, ഈ ഒരു ഫ്ലെയിമിൽ നിന്നാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്, പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അതേ ഈ പാത്രം തന്നെ നമ്മളൊന്ന് ഓഫ് ചെയ്യുന്നു, അതായത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് നേരം നമ്മൾ കൂൾ ചെയ്യാൻ വെച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓൾറെഡി ഹീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി വാം ആയിട്ടുള്ള ഈ പാത്രത്തിൽ നിന്നും ചൂട് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ്, ആദ്യം ഈ ഒരു പാത്രത്തിൽ നല്ല ചൂടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പാത്രത്തിൻ്റെ ആ ഒരു ചൂട് പോയതായിട്ട് നമുക്ക് മനസ്സിലാവും. അവിടെ എന്താ സംഭവിക്കുന്നത്, യെസ്, നമ്മുടെ ഈ പറയുന്ന പാത്രത്തിലെ ചൂട് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും, അതായത് നമ്മളിത് ഫ്ലെയിം വെക്കുന്ന സമയം ആ ഫ്ലെയിമിൽ നിന്നും ഹീറ്റ് ഈ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും, പിന്നീട് അത് കൂളാക്കാൻ നോക്കുന്ന സമയം ആ പറയുന്ന ഹീറ്റ് നമ്മുടെ പാത്രത്തിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ രണ്ട് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്, ഹീറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ടർ ഒബ്ജക്റ്റ് ടു കൂളർ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഹോട്ടർ ഏരിയ ടു കോൾഡർ ഏരിയ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ തന്നെ എടുക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം ഫ്ലെയിം ആയിരുന്നു. അപ്പോൾ ഫ്ലെയിമിലായിരുന്നു എന്തുണ്ടായിരുന്നത്, നല്ല ചൂടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് ആ ഒരു ചൂട് കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് നമ്മൾ കൂളാക്കുന്ന സമയം ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ കൂളാക്കുന്ന സമയം നമ്മുടെ പാത്രത്തിനായിരുന്നു സറൗണ്ടിങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കൂടുതൽ. അപ്പോൾ എന്താ സംഭവിച്ചത്, പാത്രത്തിൽ നിന്നും ചൂട് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് പോയി. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്നും കോൾഡർ ഒബ്ജക്റ്റിലേക്കായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ജനറൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് സോളിഡ്സിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലിക്വിഡ്സിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഗ്യാസസിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൺ ബൈ ആയിട്ട് നോക്കാം. ഓരോ എക്സാമ്പിൾസിലൂടെ, ഓരോ സിറ്റുവേഷൻസിലൂടെ അത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും ആദ്യം നമ്മൾ എന്താ എടുക്കുന്നത്, ഇതാ ഇവിടെ കാണുന്നത് പോലെ ഒരു മെറ്റാലിക് സ്ട്രിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ മെറ്റാലിക് സ്ട്രിപ്പിൽ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു ചെറിയ വാക്സ്, ഒരു പീസ് ഓഫ് വാക്സ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആണിയില്ലേ, ചെറിയ ആണി ഇങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു എഡ്ജിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന മെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗം നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഇഷ്ടിക വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ടോ നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം എന്ത് ചെയ്യുക, ഒരു ക്യാൻഡിൽ വെച്ചിട്ട്, ഒരു മെഴുകുതിരി വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സമയത്തിന് ശേഷം നമുക്ക് അവിടെ ഒരു മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എഡ്ജാണ് ഏറ്റവും ആദ്യം ഹീറ്റ് ആവുന്നത്. പിന്നീട് ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു ഭാഗത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് എന്ന് മിസ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ, ബിക്കോസ് സമയം കഴിയും തോറും അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഓഫ് വാക്സ് അല്ലെങ്കിൽ ചെറിയ ആണി, നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ചെറിയ ആണി, അത് താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നമുക്ക് അറിയണ്ടേ. അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി മിസ് ഒരു ചെറിയ
ഒരു ചിത്രം വരച്ചു തരാം. ഇതാണ് നമ്മുടെ മെറ്റാലിക് സ്ട്രിപ്പ്, അതായത് ഒരു എന്താ പറയുക ഒരു സോളിഡ് സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കാം. നമുക്കറിയാം സോളിഡ് സബ്സ്റ്റൻസിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് എന്താണ് കുറച്ച് മോളിക്യൂൾസിനെ ഇതാണ്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇനി ഇവിടെയാണ് മിസ് എന്ത് കൊടുക്കുന്നത്, ഹീറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലെയിം ഇവിടെയാണ്, നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്ന, ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ഈ ഒരു എഡ്ജിൽ വന്ന് പതിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെ പതിക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ആദ്യം കാണുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ മോളിക്യൂൾസ് ഹീറ്റിനെ അതിൻ്റെ അടുത്തുള്ള മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മോളിക്യൂൾസും ഹീറ്റ് ആയതിനു ശേഷം അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ അടുത്തുള്ള മോളിക്യൂൾസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആവുന്നു, അതിൻ്റെ അടുത്തുള്ള മോളിക്യൂൾസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ സോളിഡ് സബ്സ്റ്റൻസിലെ എല്ലാ മോളിക്യൂൾസും ഇങ്ങനെ ഹീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ ഈ പറയുന്ന രീതിയിൽ മോളിക്യൂൾസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ മോളിക്യൂൾസിന് ആക്ച്വൽ മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല. ഒൺലി മോളിക്യൂൾസ് എനിക്ക് കിട്ടിയ ഹീറ്റിനെ മറ്റൊരു മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ, കണ്ടക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പ്, ആ ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ, ഇവിടെയാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇതാണ് നമ്മുടെ ഏത് ഏരിയ, ഹോട്ടർ ഏരിയ എന്ന് പറയുന്നത്. ഈ ഹോട്ടർ ഏരിയയിൽ നിന്നാണ് താരതമ്യേന അല്ലെങ്കിൽ കമ്പാരേറ്റീവ്ലി കോൾഡഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് എന്ത് സംഭവിച്ചത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കണ്ടക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോളിഡ് സബ്സ്റ്റൻസിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആണ് ഈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോളിക്യൂൾസിന് ആക്ച്വൽ മൂവ്മെന്റ് ഇല്ല എന്നും കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. അപ്പം എന്താണ് കണ്ടക്ഷൻ എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ ഹോട്ടർ എൻഡ് ടു കോൾഡർ എൻഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. എവിടെയാണ് കോമൺലി നടക്കുന്നത്, സോളിഡ്സിലാണ് നടക്കുന്നത്. ഓക്കെ അല്ലേടാ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ആക്ച്വൽ മൂവ്മെൻ്റ് ഇല്ല. ഇനി ആക്ച്വൽ മൂവ്മെൻ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ക്ലാസ് റൂം വിചാരിക്കുക. ഓക്കെ, ഈ ക്ലാസ് റൂമിൽ നിറച്ചും കുട്ടികൾ എങ്ങനെ സോളിഡ് സബ്സ്റ്റൻസ് നിൽക്കുന്നത് പോലെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കുറേ കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. എല്ലാവരും ഇങ്ങനെ അടുത്തടുത്താണ്, കാരണം സോളിഡ്സിലെ മോളിക്യൂൾസ് ഇങ്ങനെ അടുത്തടുത്താണല്ലോ. ഇവിടെ ഇപ്പം ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വരയ്ക്കുന്നതായിരിക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ്ട് ഈ ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഓക്കെ, ഈ കുട്ടിക്കാണ് നമ്മൾ ഹീറ്റ് കൊടുത്തതെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കുട്ടി ആ ഒരു സാധനം അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബോക്സ് കൊടുത്തെന്ന് വിചാരിച്ചോ, ആ കുട്ടി എന്ത് ചെയ്യും, ഈ കുട്ടീൻ്റെ കയ്യിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ ഈ കുട്ടീൻ്റെ കയ്യിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ആ കുട്ടി ഈ കുട്ടിക്ക് കൊടുക്കും, പിന്നെ ഈ കുട്ടിക്ക് കൊടുക്കും, പിന്നെ ഈ കുട്ടിക്ക് കൊടുക്കും, പിന്നെ ഈ കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഏറ്റവും അവസാനത്തെ കുട്ടീൻ്റെ കയ്യിലെത്തും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ക്ലാസ് റൂമിൽ എല്ലാവരുടെ കയ്യിലൂടെയും ആ ഒരു ബോക്സ് കടന്നുപോയി. ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ആ കുട്ടിക്ക് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഇല്ല. അതായത് ദർ ഇസ് നോ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ദി പ്രോസസ് ഓഫ് കണ്ടക്ഷൻ. ഓക്കെ അല്ലേടാ, സോളിഡ്സിലാണ് നടക്കുന്നത് എന്ന് മക്കൾ ഓർത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നും ലിക്വിഡ്സിൽ എങ്ങനെയാണ് എന്ന്. അപ്പം ലിക്വിഡ്സിൽ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ഏതെല്ലാം വസ്തുക്കൾക്കാണ് ഹീറ്റ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ളത്, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ കഴിവുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത സമയത്ത് മെറ്റൽ എടുത്ത സമയത്ത് അതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ മെറ്റലിന് പകരം നമ്മളൊരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ ആണ് കണ്ടക്ടേഴ്സ്, സെക്കൻഡ് വൺ ആണ് പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടുന്നു. ദ മെറ്റീരിയൽ വിച്ച് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. നമ്മൾ ഈ പറയുന്ന കോപ്പർ, അലൂമിനിയം, മെറ്റൽസ് ഒക്കെ എന്താണ്, കണ്ടക്ടേഴ്സ് ആണ്. അതൊക്കെ എന്താണ്, ഹീറ്റ് കടത്തിവിടുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ വുഡ്, അതായത് മരത്തടികളൊക്കെ, അതൊക്കെ എന്താണ്, ഹീറ്റിനെ വളരെ കുറച്ച് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം ഈസിലി. ഇവിടെ ഓർത്തിരിക്കാട്ടോ, ഈസി ആയിട്ടും, അതായത് വളരെ സ്പീഡിൽ വളരെ ഈസി ആയിട്ട് അത് കടത്തിവിടുന്നില്ല.
അപ്പോൾ അതിനെയാണ് നമ്മൾ പുവർ കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾസ് പ്ലാസ്റ്റിക് നേരത്തെ പറഞ്ഞു, വുഡ്സ് നേരത്തെ പറഞ്ഞു, നമ്മുടെ എയർ, വാട്ടർ, ഇതൊക്കെ എന്താണെടാ? ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ നമുക്കത് സെറ്റായി. ഇനി നമുക്ക് അടുത്തത് ലിക്വിഡ്സിൻ്റെ കേസിൽ നോക്കണം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയ ഒരു ഫ്ലാസ്ക് എടുത്തു കേട്ടോ. ഓക്കെ, ഇതുപോലൊരു ചെറിയ ഫ്ലാസ്ക് എടുത്തു. ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ മിസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വസ്തു ഒരു എന്താ പറയുക ചുമ്മാ ഇട്ടെന്ന് വിചാരിച്ചോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ആ ഒരു ഫ്ലാസ്കിൽ ആ വെള്ളത്തിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ കൊടുത്തിരിക്കുന്നത്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. എന്തുകൊണ്ടാണ് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ അതിന് ഈ പറയുന്ന ഒരു പിങ്ക് കളറാണ്. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗം ചൂടാവുന്ന സമയത്ത് എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത് എന്ന് ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൊടുത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? തീ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുക. ഓക്കെ, അങ്ങനെ എന്താ ആദ്യം സംഭവിച്ചത്? യെസ്, ആദ്യം തന്നെ എന്താ സംഭവിക്കുന്നത് മക്കളെ? നമ്മുടെ ഈ ഒരു ഫ്ലാസ്കിൻ്റെ അടിഭാഗമാണ് ചൂടാവുന്നത്. ശരിയല്ലേ? അടിഭാഗമാണ് ചൂടാവുന്നത്. അതായത് അടിഭാഗമാണ് അവിടെ ഹോട്ടായിട്ട് മാറുന്നത്. മുകൾ ഭാഗം എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൂളായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? കാരണം നേരത്തെ പറഞ്ഞു അതിനൊരു പിങ്ക് കളറാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ആ ഒരു കളറിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മിസ് നേരത്തെ പറഞ്ഞു ഈ അടിഭാഗത്തെ മോളിക്യൂൾസ് ആണ് ഏറ്റവും ആദ്യം ചൂടാവുന്നതും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ലിക്വിഡ്സ് ആണല്ലേ, ദ്രാവകമാണ്. അപ്പോൾ അടിഭാഗത്തെ മോളിക്യൂൾസ് ആണ് വേഗം ചൂടാവുന്നത്. ഇങ്ങനെ ചൂടായ അടിഭാഗത്തെ മോളിക്യൂൾസ് എങ്ങോട്ടേക്ക് പോകും? താരതമ്യേന ചൂട് കുറഞ്ഞ മുകൾ ഭാഗത്തേക്ക് പോവുകയും മുകൾ ഭാഗത്ത് ചൂട് കുറഞ്ഞ മോളിക്യൂൾസ് താഴ്ഭാഗത്തേക്ക് വരികയും ചെയ്യും. ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ഇവിടെ ഇതാണ്ട് ഇതുപോലെ ഒരു ഫ്ലാസ്ക് ആണ് എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട് എന്ന് മക്കൾ വിചാരിക്കുക. നമ്മളിനി ചൂട് കൊടുത്തു, നമ്മളൊരു എന്ത് ചെയ്യുന്നു? ഫ്ലെയിം ഓൺ ചെയ്തു, അതായത് നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിതാ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചൂട് പിടിച്ച് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഈ പറയുന്ന മോളിക്യൂൾസ് ഹോട്ട് കുറഞ്ഞ മുകൾ ഭാഗത്തേക്ക് പോവുകയും മുകൾ ഭാഗത്തുള്ള മോളിക്യൂൾസ് താഴ്ഭാഗത്തേക്ക് വരികയും ചെയ്തു. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, താഴ്ഭാഗത്ത് എന്തായിരുന്നു? ഹോട്ട് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു, മുകൾ ഭാഗത്ത് കോൾഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓൾവേസ് ഫ്രം ഹോട്ടഡ് ഏരിയ ടു കോൾഡർ ഏരിയ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അടിഭാഗത്തുണ്ടായിരുന്ന പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് മുകളിലേക്ക് പോയത്. അതായത് ഇവിടെ മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച കണ്ടക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ക്ലാസ്സിൻ്റെ ആ ഒരു ക്ലാസ് റൂം സ്ട്രക്ചറിൽ പറയുവാണെങ്കിൽ ഇതുപോലെ ഒരു ക്ലാസ് ആണ്. ഇവിടെ ഇതാ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ കൺവെക്ഷൻ എന്ന് പറയുന്ന രീതിയിലൂടെ, കൺവെക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പം മിസ് പറഞ്ഞ ഈ ഒരു രീതിയിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് റൂമിൻ്റെ കേസിൽ എങ്ങനെയാണ് കൺവെക്ഷൻ പോസിബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിതാ ക്ലാസ് റൂമിൽ ആദ്യത്തെ ഒരു കുട്ടിക്ക് ഒരു സാധനം കൊടുത്തു. ആ കുട്ടി തന്നെ അവസാനത്തെ ആ കുട്ടിയുടെ കയ്യിൽ നേരിട്ട് പോയി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ആ കുട്ടിക്ക് അവിടെ ഒരു ചേഞ്ച് സംഭവിച്ചു, കുട്ടിക്ക് അവിടെ ഒരു സ്ഥാനമാറ്റം സംഭവിച്ചു. അതായത് ആ ഒരു ലിക്വിഡ്സിലുള്ള മോളിക്യൂൾസിന് ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺവെക്ഷൻ എന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. കൺവെക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ലിക്വിഡ്സിലാണ് കൺവെക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഗ്യാസസിലും കൺവെക്ഷൻ നടക്കുന്നുണ്ട്, അതും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ലിക്വിഡ്സിലും ഗ്യാസസിലും കൺവെക്ഷൻ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പം അടുപ്പത്ത് എന്തെങ്കിലും ഒരു വസ്തു വെച്ചെന്ന് വിചാരിച്ചോ, എന്നിട്ട് അതിന് മുകളിൽ നമ്മളിങ്ങനെ അതിൻ്റെ പാത്രത്തിൽ തൊട്ടാൽ നമുക്ക് എന്താണ്? കൈ പൊള്ളും.
അതിനെന്തുകൊണ്ടാണ്? പാത്രം എന്ന് പറയുന്നത് സോളിഡ് ആണ്. അപ്പോൾ സോളിഡ്സിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കൈ പൊള്ളും. പക്ഷെ നമ്മൾ കൈ ആ പാത്രത്തിൽ വെക്കാതെ ആ തിളച്ചു മറിയുന്ന ആ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ചുമ്മാ ഒന്ന് വെച്ചാൽ പോലും, അതായത് പാത്രത്തിൽ തൊടാതെ നമ്മളിങ്ങനെ ചുമ്മാ അതിൻ്റെ പൊക്കത്ത് കൈ വെക്കുക, അപ്പോഴും എന്താണ് നമുക്കിവിടെ ഹീറ്റ് അനുഭവപ്പെടും. കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിലെ ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു എയർ എന്ന് പറയുന്നത് ചൂട് പിടിച്ച് മുകളിലേക്ക് പൊങ്ങി. ആ ചൂട് പിടിച്ച് മുകളിലേക്ക് പൊങ്ങുന്നതാണ് നമ്മുടെ കയ്യിൽ വന്ന് തട്ടുമ്പോഴാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൺവെക്ഷൻ എന്താണ് എന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് അടുത്ത ഒരു ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് മക്കൾ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഇതാ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒബിയസ്ലി നമുക്ക് എന്താണ്? ചൂട് അനുഭവപ്പെടും. നല്ല ഹോട്ടായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. ബിക്കോസ് ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ബിക്കോസ് കൺവെക്ഷൻ, ഉയർന്നു പൊങ്ങുന്നു. ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, ചൂട് പിടിച്ച വായു അല്ലെങ്കിൽ ചൂട് പിടിച്ച് മോളിക്യൂൾസുകൾ ഉയർന്നു പൊങ്ങിയിട്ട് ചൂട് കുറഞ്ഞവ താഴോട്ടേക്ക് വരുന്നു. ഓക്കെ, പക്ഷെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ സറൗണ്ടിങ്സിൽ വെച്ചതിൽ എന്താ സംഭവിക്കുന്നത്? സറൗണ്ടിങ്സിൽ വെക്കുമ്പോൾ താരതമ്യേന അവിടെ ചൂട് കുറവായിരിക്കും, പക്ഷെ അവിടെയും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നത്. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അടിക്കുന്നത്? ഇതാണ്ട് അങ്ങ് ദൂരെ ഔട്ടർ സ്പേസിലുള്ള സണ്ണിൽ നിന്നും സൺലൈറ്റ് എന്താണ്? നമ്മുടെ ആ ഒരു എർത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ വന്ന് പതിക്കുവാണ്. അവിടെ ചിലപ്പോൾ മീഡിയം ഇല്ലെങ്കിലും, ഇൻ കേസ് മീഡിയം ഉണ്ടെങ്കിലും മീഡിയം ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് റേഡിയേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സൂര്യൻ്റെ കേസ് ആലോചിച്ചാൽ മതി. ഫ്രം ദി സൺ ദി ഹീറ്റ് കംസ് ടു us by another process, it is known as radiation. റേഡിയേഷൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, അതിന് മീഡിയം വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. സംടൈംസ് മീഡിയം ഇല്ലെങ്കിലും ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പക്ഷേ കണ്ടക്ഷനിലും കൺവെക്ഷനിലും നമുക്ക് മീഡിയം വേണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അടുപ്പിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ചൂടാവുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും റൂം ഹീറ്ററിൻ്റെ അടുത്തുനിന്ന് നമുക്ക് നമ്മുടെ ബോഡി ചൂടാവുന്നത്, ഇതൊക്കെ റേഡിയേഷൻ എക്സാമ്പിളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു ചിത്രം മക്കൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് 3 ട്രാൻസ്ഫർ ഓഫ് ഹീറ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കുട്ടിയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ചൂട് വരുന്നുണ്ടെങ്കിൽ അതിന് റീസൺ റേഡിയേഷനാണ്. ഇനി ഈ ഒരു പാത്രത്തിലൊന്ന് പിടിച്ചു നോക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷനാണ്. ബിക്കോസ് പാത്രം എന്ന് പറഞ്ഞാൽ സോളിഡ് ആണ്. ഇനി പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊന്ന് കൈ വെച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? ആ പാത്രത്തിൻ്റെ ഉള്ളിലെ വസ്തു ചൂടായിട്ട് അതിൻ്റെ എയർ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കൈ ഇവിടെ ചൂടായിട്ട് വരുന്നത്. അങ്ങനെ മുകളിലേക്ക് ചൂട് പിടിച്ച ആ ഒരു വായു മുകളിലേക്ക് പൊങ്ങുന്നതിനെയായിരുന്നു നമ്മൾ കൺവെക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 3 എണ്ണവും നിങ്ങൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് താഴെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ എനിവേ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.